നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാറ്റഗറി 3 ഡിസംബർ 2020 സൈക്കോളജിയുടെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ഇൻ എറിക്സൺസ് മോഡൽ ദ കീ ചാലഞ്ച് ഓഫ് യങ് അഡൽട്ട്ഹുഡ് ഇസ്, അതായത് എറിക്സൺ മോഡലില് കീ ചാലഞ്ച് ഓഫ് യങ് അഡൽട്ട്ഹുഡ് അതായത് യങ് അഡൽട്ട്ഹുഡിന്റെ ചാലഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് എവിടെയാണ് എറിക്സൺ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഓപ്ഷൻ എ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റിലാണോ, ബി ഇന്റിമസി വേഴ്സസ് ഐസൊലേഷനിലാണോ, സി ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനിലാണോ, ഡി ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയറിലാണോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഉത്തരം ഇന്റിമസി വേഴ്സസ് ഐസൊലേഷനിലാണ് ഈ ചാലഞ്ച് ഓഫ് യങ് അഡൽട്ട്ഹുഡ്. അപ്പോൾ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ദ MMPI ഈസ് യൂസ്ഡ് ടു അസസ്. ഇത് നിങ്ങളൊന്ന് നോക്കണം, കാരണം MMPIനെ പറ്റിയിട്ട് ഒരു വിധം കേഡറ്റ് എക്സാമിന് സൈക്കോളജിയിൽ പ്രത്യേകിച്ച് കാറ്റഗറി 3 ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിന്നസോട്ട മൾട്ടിഫാസിക് ആയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റീവ് മെത്തേഡാണ് ഈ സംഭവം. അപ്പോൾ ദി MMPI എന്നതിന്റെ യൂസ്ഡ് ടു അസസ് എന്നാണ് ചോദിക്കുന്നത്. ദ MMPI ഈസ് യൂസ്ഡ് ടു അസസ് എന്ന് ചോദിക്കുന്നത് മെമ്മറി ആണോ, അല്ലെങ്കിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്റലിജൻസ് ആയിട്ടാണോ, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ആയിട്ടാണോ, ക്രിയേറ്റിവിറ്റി ആയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അത് മിന്നസോട്ട മൾട്ടിഫാസിക് ആയിട്ടുള്ള ഈ ഒരു ടെക്നിക് ഉപയോഗിക്കുന്നത് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സംഭവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂറിസ്റ്റിക്സ് ആർ എന്നാണ് ചോദിക്കുന്നത്. ഹ്യൂറിസ്റ്റിക്സ് എന്നാൽ എന്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്: നെമോണിക്സ്, പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്, ചങ്ക്സ്, നൺ ഓഫ് ദി എബോ. അപ്പോൾ ഇതിൽ ഏതാണ് ഹ്യൂറിസ്റ്റിക്സ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കിലാണ് ഹ്യൂറിസ്റ്റിക്സ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രുതി ഈസ് ആൻ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്. ഷീ ഹാസ് വെരി ഹൈ അച്ചീവ്മെന്റ്, സ്കോർസ് ഹൈ ഇൻ ഓൾ സബ്ജക്ട്സ് എക്സ്പെക്ട് മാത്തമാറ്റിക്സ്. She has some particular difficulty in doing addition, subtraction, division and multiplication. Here we can assume that she is having എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള ഒരു ഡിസീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ചോദിക്കുന്നത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരമാണ്, ചോദ്യമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയാണ് ഉത്തരം. ഇനി അടുത്തത് നോക്കാം. ചൂസ് ദി കറക്റ്റ് വൺ ഓഫ് ECCE, അതായത് ECCന്റെ കറക്റ്റ് വൺ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റീവ് ചിൽഡ്രൻ വിത്ത് എക്സ്പ്രഷനാലിറ്റീസ് ആണോ, അതുപോലെ എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റീവ് ചിൽഡ്രൻ ആൻഡ് എംപവർമെന്റ് ആണോ, അല്ലാതെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എക്സ്പെൻഷണൽ ആണോ, അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണോ ECCE എന്ന് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡി, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനെയാണ് നമ്മൾ ECCE എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ടേക്ക് പോകാം. ദി നെയിം വില്യം സ്റ്റേൺ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. ഇത് 2021 കാറ്റഗറി 3 ക്വസ്റ്റ്യൻസിൽ, ഈ കഴിഞ്ഞ കാറ്റഗറി 3 ക്വസ്റ്റ്യൻസിൽ ചോദിച്ച ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 2020 ഇതേപോലെയുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതാണ് ദ നെയിം വില്യം സ്റ്റേൺ ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്: ഇമോഷണൽ കോട്ടിയന്റിലാണോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസിലാണോ, അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റിലാണോ, അല്ലെങ്കിൽ ഇന്റലിജൻസ് കോട്ടിയന്റിലാണോ വില്യം സ്റ്റേൺ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഇന്റലിജൻസ് കോട്ടിയന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. അക്കോർഡിംഗ് ടു തേഴ്സ്റ്റൺ, ഹൗ മെനി പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആർ ദർ? അതായത് തേഴ്സ്റ്റന് എത്രയൊക്കെ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആർ? 5 ആണോ, 6 ആണോ, 7 ആണോ, 8 ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി 6 ആണ് തേഴ്സ്റ്റൺ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഉള്ളത് എന്നാണ് ഉള്ളത്. അപ്പോൾ അതിന്റെ ഉത്തരം അതാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ഇസ് പ്രോഗ്രാം ഡിസൈൻഡ് ഫോർ. ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ഇസ് പ്രോഗ്രാം ഡിസൈൻഡ് ഫോർ. ഓപ്ഷൻസ്: മെന്റലി ചാലഞ്ചഡ്, സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ്, ഇന്റലക്ച്വലി ഗിഫ്റ്റഡ്, കൾച്ചറലി ഡിപ്രൈവ്ഡ്. ഇത് ഏതാണ് ട്രിപ്പിൾ ട്രാക്ക് പ്ലാന് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം 26 ഉത്തരം സി ആണ്. അതായത് ഉത്തരം സി, ഇന്റലക്ച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിലാണ് ട്രിപ്പിൾ ട്രാക്ക് പ്ലാന് പ്രോഗ്രാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു ഷുവർ ചോദ്യമാണ് കേട്ടോ.
ഇനി 27ാമത്തെ ചോദ്യത്തിലോട്ടേക്ക് പോകാം. പിയാഷെ യൂസ്ഡ് ദി ടേം സ്കീമാറ്റ ടു റെഫർ ടു ദി കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് അണ്ടർലൈൻ ഓർഗനൈസ്ഡ് പാറ്റേൺ ഓഫ്. അപ്പോൾ ഇതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ബിഹേവിയർ, എക്സ്പീരിയൻസ്, ഓപ്പറേഷൻസ്, കൺസെപ്റ്റ് എന്നാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും എന്താണ് പിയാഷെ കൊണ്ടുവന്നതാണ് അല്ലേ. പക്ഷേ ഈ സ്കീമാറ്റ എന്ന് പറയുന്ന ഈ ഒരു വേർഡ്, ഈ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ സ്കീമാറ്റ എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അപ്പോൾ അത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കൺസെപ്റ്റ് ആണ് ഉത്തരം ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, കോൾബർഗ് പ്രപ്പോസ്ഡ് എ സ്റ്റേജ് തിയറി ഓഫ്. കോൾബർഗിന്റെ സ്റ്റേജ് തിയറി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കോൾബർഗ് ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ആ പ്രധാനപ്പെട്ട തിയറിയും കൂടിയാണിത്. അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ് ആണോ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണോ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണോ, മോറൽ ഡെവലപ്മെന്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 28ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡി മോറൽ ഡെവലപ്മെന്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് 30ാമത്തെ ചോദ്യത്തിലോട്ടേക്ക് പോകാം. 29ാമത്തെ ചോദ്യമാണ്. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഫ്രം ദ ലിസ്റ്റ് ഫോർ ടീച്ചർ മെച്യൂരിറ്റി. അതായത് ടീച്ചർ മെച്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഫ്രം ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ടീച്ചർ മെച്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഡിപ്പെൻഡന്റ് ആണോ, സബോർഡിനേറ്റ് പൊസിഷൻ ആണോ, പിന്നെ അതുപോലെ തന്നെ ലിമിറ്റഡ് ബിഹേവിയർ ഡീപ്പ് ഇൻട്രസ്റ്റിലാണോ എന്നാണ് ഓപ്ഷൻ എ. ഇനി ബി ആക്റ്റീവ് ലിമിറ്റഡ് ബിഹേവിയർ ലോങ് ടൈം പെർസ്പെക്റ്റീവ് സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷനിലാണോ. അതുപോലെ ഓപ്ഷൻ സി ആക്റ്റീവ് സബോർഡിനേറ്റ് പൊസിഷൻ ഡീപ്പ് ഇൻട്രസ്റ്റ്സ് ലോങ് ടൈം പെർസ്പെക്റ്റീവ്സിലാണോ. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ഷാലോ ഇൻട്രസ്റ്റ്സ് ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവ് പാസിവിറ്റി ഇൻഡിപെൻഡൻസിലാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ഷാലോ ഇൻട്രസ്റ്റിലാണ്. അതായത് ഷാലോ ഇൻട്രസ്റ്റ് ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവ് അതുപോലെ തന്നെ പാസിവിറ്റി ഇൻഡിപെൻഡൻസിലാണ് ഇത് വരുന്നത്. ഇനി 30ാമത്തെ ചോദ്യം. യു ലുക്ക് അറ്റ് എ പിക്ചർ for several seconds and then close your eye tightly. You attempted to visualize the picture of that you viewed. Here you tried to utilize the visual sensory memory which is named as. കുറേ മെമ്മറി കൊടുത്തിട്ടുണ്ട്. ഏതാണെന്ന് നോക്കാം. ഐക്കോണിക് മെമ്മറി ആണോ, ഇക്കോണിക് മെമ്മറി ആണോ, ഐക്കോണിക് മെമ്മറി ആണോ, സിമാറ്റിക് മെമ്മറി ആണോ, ലോങ് ടൈം മെമ്മറി ആണോ എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം. സിമാറ്റിക് മെമ്മറി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ചൂസ് ദി കറക്റ്റ് വൺ വിച്ച് ഡസ് നോട്ട് ബിലോങ്ങിങ് ടു കാറ്റഗറി ഓഫ് ബേസിക് നീഡ്സ്. അതായത് ഈ ബേസിക് നീഡ്സിൽ വരാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഫുഡ് ആൻഡ് വാട്ടർ ആണോ, വാട്ടർ ആൻഡ് റെസ്റ്റ് ആണോ, ഫുഡ് ആൻഡ് സേഫ്റ്റി ആണോ, റെസ്റ്റ് ആൻഡ് സേഫ്റ്റി ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഉത്തരം റെസ്റ്റ് ആൻഡ് സേഫ്റ്റി ആണ് ബേസിക് നീഡ്സിൽ പെടാത്തത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹു ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഫാദർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സി ആണ് ഉത്തരം. അലൻ ബ്ലൂമും ഓവിഡ് ഡിക്രോളിയും അതുപോലെ ജോൺ ഡ്യൂയും അതുപോലെ ലെവ് വൈഗോസ്കിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ സി ജോൺ വൈഗോസ്കി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് റൈറ്റിംഗ് ദി ലേണേഴ്സ് റെസ്പോൺസ് ഓൺ ദി ചോക്ക് ബോർഡ് ഇസ് എ സബ് സ്കിൽ ഓഫ് എന്നാണ് പറയുന്നത്. റൈറ്റിംഗ് ദി ലേണേഴ്സ് റെസ്പോൺസ് ഓൺ ദി ചോക്ക് ബോർഡ് ഇസ് എ സബ് സ്കിൽ ഓഫ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. നോൺ വെർബൽ റീഎൻഫോഴ്സ്മെന്റ് ആണോ, വെർബൽ റീഎൻഫോഴ്സ്മെന്റ് ആണോ, ക്വസ്റ്റനിങ് സ്കിൽ ആണോ, സ്റ്റിമുലസ് വാരിയേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം എ ആണ് ഉത്തരം. നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇത് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഏതാണ്? ഡിസ്ക്രൈബ്സ് എന്താണ് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ക്രിയേറ്റീവ് തിങ്കിങ് എന്നതിന്റെ ഒരു എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് ചോദിക്കുന്നത്. അത് പ്രൊഡക്റ്റ് ഓഫ് കൺവേർജന്റ് തിങ്കിങ് ആണോ, പ്രൊഡക്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ് ആണോ, പ്രൊഡക്റ്റ് ഓഫ് റീസണിങ് ആണോ, പ്രൊഡക്റ്റ് ഓഫ് മെറ്റാകോഗ്നിറ്റീവ് തോട്ട്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ബി പ്രൊഡക്റ്റീവ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം. ദ ഓർഗനൈസേഷൻ NCSE set up to improve the delivery of education services through inclusive education stands for. NCSE എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഓപ്ഷൻ 37ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നാണ് NCSE ന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദ ടേം യൂസ്ഡ് ബൈ ആൽബർട്ട് ബന്ദൂര to refer to the overall process of social learning. ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് അതിൻ്റെ അകത്ത് എന്താണ്? സെലക്ട് ദി ടേം യൂസ്ഡ് ബൈ. ഈ പ്രോസസ് ഓഫ് സോഷ്യൽ ലേണിംഗ് ബന്ദൂര ഉപയോഗിച്ചത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ
കണ്ടീഷനിങ്ങിലാണോ, സെൽഫ് എഫിഷ്യൻസിയിലാണോ, അതുപോലെ തന്നെ റീ എൻഫോഴ്സ്മെന്റിലാണോ, മോഡലിംഗിലാണോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിയിലാണ് ഉത്തരം. ഓപ്ഷൻ ഡി മോഡലിംഗിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദി ഫോർത്ത് സ്റ്റേജ് ഇൻ ഗാറ്റ്നേഴ്സ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. അതായത് ഗാറ്റ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗിലെ ഫോർത്ത് സ്റ്റേജ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ചെയിനിങ് ഉണ്ട്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, പ്രിൻസിപ്പൽ ലേണിംഗ് ഉണ്ട്, വെർബൽ അസോസിയേഷൻ ഉണ്ട്. അതിൽ വെർബൽ അസോസിയേഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ? അതായത് ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് ഇതിൽ ഏതാണ്, എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ക്ലാസ്, ടു ബി പങ്ക്ച്വൽ ഇൻ ക്ലാസ്, ടു റിമൂവ് ദി ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്, ടു ബി എ ഗുഡ് ഓറേറ്റർ. ഇതിൽ ഏതാണ് ചോദ്യത്തിന്റെ ഉത്തരം എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. ടു റിമൂവ് ദി ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ് എന്നാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ എന്നതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്തരം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ, അതായത് 2020 കാറ്റഗറി 3 പാർട്ട് 1 സൈക്കോളജി എക്സാമിന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലാത്തവർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോസുമായി ഞാൻ ഇനിയും വരും. താങ്ക് യു.